ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി കൊത്തിയരിഞ്ഞെടുക്കാം. ചെറിയുള്ളി 7-8 എണ്ണം, പുളി, ശർക്കര, കടുക് പൊട്ടിച്ച് താളിക്കുന്നതിനോടൊപ്പം ചേർക്കാൻ വറ്റൽമുളക്, അതുപോലെ തന്നെ പൊടികൾ ആവശ്യമുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, കായം എന്നിവയെല്ലാമാണ്. കാശ്മീരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല. കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി കഷ്ണങ്ങൾ ഉണങ്ങി വരുമ്പോഴേക്കും മറ്റുള്ള ചേരുവകളും കൂടി കൂട്ടി ചേർത്ത് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ ഇഞ്ചി അല്പം മൂത്ത് തുടങ്ങിയപ്പോൾ തന്നെ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തതും കറിവേപ്പിലയും ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് സമയലാഭവും കൂടിയാണ്. സിമ്മിലിട്ട് വേണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം തീ ഓഫ് ചെയ്ത് പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. 250 ഗ്രാമോളം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിന് കണക്കാക്കി മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾ 1/4 ടീസ്പൂൺ, അതുപോലെ കായവും ഉലുവയും എല്ലാം അല്പം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഈ പൊടികളെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാത്ത വണ്ണം പച്ചമണമെല്ലാം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി തണുക്കാൻ വെച്ചിരുന്നത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മതി, ഒരുപാടൊന്നും വേണ്ട, പേസ്റ്റ് രൂപത്തിലാക്കണ്ട. ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണമെന്നില്ല. അടുത്തതായിട്ട് നമുക്ക് പുളി നന്നായി വെള്ളം ഒഴിച്ച് കുതിർപ്പിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്കിതെല്ലാം കൂടി ഒരു മൺപാത്രത്തിലേക്ക് മാറ്റാം. ചട്ടിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. മസാലകളെല്ലാം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും തേങ്ങയെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരുപാടില്ല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ ഇഞ്ചിക്കറിക്കും അതുപോലെ നല്ല കളറുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ കളർ കൂടിയതെടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ടേസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം, കുറുകുന്നത് വരെ. നന്നായിട്ട് കുറുകി വരുമ്പോൾ നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും. എരിവും പുളിയും എല്ലാം അടങ്ങിയ ഒരു നല്ല ഫ്ലേവർ. ഇനി എന്തെങ്കിലും നമുക്ക് ആവശ്യമെന്നിടയ്ക്ക് തോന്നുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.